അടുത്തതായി ആശംസ നേരുന്നതായി ശ്രീമതി ശൈലജ ജയവീന്ദ്രൻ മാഡത്തെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണമെന്ന് അറിയില്ല, എന്നാലും ഞാൻ പറയാം. ആദ്യമായിട്ട് പറയാൻ പോകുന്നത് ഈ BSS, ഈ പുസ്തകം പ്രസിദ്ധീകരിച്ച BSSനെ കുറിച്ച്, ബാലേന്ദ്രൻ സാറിനെയൊക്കെ കുറിച്ച് തന്നെയാണ് ആദ്യം പറയാമെന്ന് വിചാരിക്കുന്നത്. പക്ഷേ എനിക്ക് ഏറ്റവും വലിയ നഷ്ടം, സാറിനെ എല്ലാം വളരെ വൈകിയാണ് ഞാൻ പരിചയപ്പെടാൻ പറ്റിയത്. ഞാൻ 2004 എഴുത്ത് ഫീൽഡിലേക്ക് വന്നത്. 2004 തമിഴ് സംഘമാണ് എന്നെ എഴുത്തുകാരിയായിട്ട് കൊണ്ടുവന്നത്. അപ്പോഴേ എൻ്റെ ആദ്യത്തെ പുസ്തകം പ്രകാശനത്തിന് എഴുമറ്റൂർ സാറും നീലപത്മനാഭൻ സാറും കൂടെയാണ് ആ പുസ്തകം പ്രകാശനം ചെയ്തത്. എന്തായാലും ആ തുടക്കം അതിഗംഭീരമായിരുന്നു എന്ന് പിന്നെ ഉള്ള എൻ്റെ ഇതിൽ അറിയാൻ പറ്റി. പിന്നെ ഇവിടെ വന്നിരുന്നവരെ എല്ലാവരും, പൊന്നീലൻ സാറ്, എസ് രാമകൃഷ്ണൻ സാറ്, ഇവരെയൊക്കെ കുറിച്ച് പറഞ്ഞു. ഇവരുടെ എല്ലാ പുസ്തകങ്ങളും ഞാൻ വിവർത്തനം ചെയ്തു. ബാലേന്ദ്രൻ സാറ് പറഞ്ഞ പോലെ സാർ പറഞ്ഞ എൻ്റെ പുസ്തകങ്ങൾ കുറേയൊക്കെ പബ്ലിഷർ, ശരിക്കുമുള്ള പബ്ലിഷർ കണ്ടെത്താൻ പറ്റാതെ ആർക്കൊക്കെ കൊടുത്ത് വായനക്കാരുടെ കയ്യിൽ എത്തിപ്പെട്ടിട്ടില്ല കുറേ പുസ്തകങ്ങൾ. അതിൽ ഏറ്റവും വലിയ സങ്കടം യാമം എന്ന് പറഞ്ഞൊരു നോവലായിരുന്നു. അത് എസ് രാമകൃഷ്ണൻ സാറിൻ്റെ യാമം എന്നുള്ള നോവൽ. അത് ശരിക്കും എനിക്ക് ഇനി അടുത്ത പബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാനിവിടെ ഏൽപ്പിച്ചു. അത് മിസ്പ്ലേസ് ആയി ഇവിടെ വച്ച്. അത് സാറ് ഇന്ന് പറഞ്ഞു, ഇതിൽ പറഞ്ഞായിരുന്നു എല്ലാ പുസ്തകങ്ങളും സാർ ഇനി ഇവിടെ പ്രസിദ്ധീകരിക്കാമെന്ന് പറഞ്ഞു. അതെനിക്കൊരു വലിയ പ്രചോദനമാണ്. ശരിക്കും ഞാനിങ്ങനെ എഴുത്തിലേക്ക് ഇപ്പം ഉഴപ്പി നടക്കുകയാണ്. പക്ഷേ ഇവിടെ വന്നിരുന്നപ്പോൾ ഓരോ ആളും എന്നെക്കുറിച്ച്, എൻ്റെ എഴുത്തിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത് പറയണ കേട്ടപ്പം എനിക്കിപ്പോൾ തന്നെ കുറേ എഴുതണമെന്നുള്ള ഒരു തോന്നൽ. പക്ഷെ തിരിച്ച് ചെല്ലുമ്പോൾ അത് എങ്ങനെയാണെന്നറിയില്ല. ഇനി ഈ പുസ്തകത്തിൻ്റെ ഗ്രന്ഥകർത്താവ് നീലപത്മനാഭ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സാറ് ശരിക്കും 2004 2003 തമിഴ് സംഘം ഒരു ചെറിയൊരു മുറിയായിരുന്ന സമയത്തായിരുന്നു ഞാൻ അവിടെ ചെന്ന് പരിചയപ്പെട്ടത്. അപ്പോൾ സാറ് ശരിക്കും പറഞ്ഞാൽ എന്നെ ആദ്യം മുതലേ ഒരു നല്ല സപ്പോർട്ടായിരുന്നു. എൻ്റെ എഴുത്തിനെ കുറിച്ചൊക്കെ നല്ല അഭിപ്രായം പറയുകയും, എനിക്കെന്തെങ്കിലും പ്രയാസം വന്നാൽ ഞാൻ ഫോണിൽ വിളിച്ച് സാറിനോട് പറയുമ്പോൾ സാറ് പറയും, അതൊന്നും കാര്യമാക്കണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികളിൽ ഒരാൾ നീലപത്മനാഭ സാറാണ്. സാറിന് പക്ഷേ ഇപ്പം ആരോഗ്യ പ്രശ്നം കാരണം സാറ് പുറത്ത് പോകുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇന്നലെ ഈ നോട്ടീസിൽ എൻ്റെ പേര് കണ്ട ശേഷം സാറ് ഇങ്ങോട്ട് വിളിച്ചായിരുന്നു സംസാരിച്ച് ഇത് പറഞ്ഞത്. എന്തായാലും എനിക്ക് ഈ പുസ്തക പ്രകാശനത്തിന് ഒരു അവസരം, ഒരു പങ്കാളിയാകാൻ കഴിഞ്ഞത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെ അടുത്ത മോഹൻജിയെക്കുറിച്ച് പറയാം. അദ്ദേഹത്തിനെ നമ്മളെ ഫാമിലി ഫ്രണ്ട്, ബന്ധുവൊക്കെ ആണെങ്കിലും ഞാൻ കൂടുതൽ പരിചയപ്പെടുന്നത് ബാങ്കിലെ ഉദ്യോഗസ്ഥനാണെന്നറിയാമല്ലോ. അദ്ദേഹം ബാങ്കിൽ നിന്ന് വിരമിച്ച ശേഷമാണ് ഈ എഴുത്തിലേക്ക് വന്നത്. എഴുത്തിൻ്റെ അസുഖം അത് കഴിഞ്ഞാണെന്ന് തോന്നുന്നു. എന്തായാലും ഈ നോവല് വായിക്കാൻ എനിക്ക് പറ്റിയില്ല. സാർ പറഞ്ഞ അവിടെ ഇവിടെയും കേട്ട് എന്തായാലും ഞാൻ പറയുന്നില്ല. പക്ഷെ നീലപത്മനാഭ സാറിൻ്റെ നോവല് ലഹരിയിൽ ലയിച്ചവരെ കുറിച്ച് പകരം പറയാമെന്ന് വന്നപ്പോഴേക്കും സാർ അതിനെക്കുറിച്ചും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അത് കാരണം എനിക്കിനി വേറെ കൂടുതലായിട്ടൊന്നും പറയാനില്ല. പക്ഷേ ബാലേന്ദ്ര സാറിനെ ഞാൻ സാറിൻ്റെ മുമ്പ് വെച്ച് പറയാൻ പാടില്ല. പക്ഷെ സാറ് ഈ എഴുത്തുകാരെ മാത്രമല്ല പ്രോത്സാഹിപ്പിക്കുന്നത്, എല്ലാ മേഖലയിലും സാറിൻ്റെ വ്യക്തിത്വം കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് സാറിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത്. എന്തായാലും സാറിന് ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതേപോലെ മോഹൻജിക്ക് ഒരുപാട് പുസ്തകങ്ങൾ ഇനിയും വിവർത്തനം ചെയ്യാൻ കഴിയട്ടെ എന്നും പ്രാർത്ഥനയോടെ എല്ലാവർക്കും നമസ്കാരം. എനിക്കിങ്ങനെ ഒരു അവസരം തന്നതിന് വളരെ നന്ദി. അടുത്തതായി ശ്രീ പുലിപ്പാറ ബിജു സാറിനെ ക്ഷണിക്കുന്നു. ഏറ്റവും ആദരണീയനായ ശ്രീ BS ബാലേന്ദ്രൻ സാർ, അതുപോലെ തന്നെ ഏറ്റവും പ്രിയങ്കരനും ആദരണീയനും മലയാളത്തിൻ്റെ അഭിമാനവുമായ ഡോക്ടർ മാർ തമ്പാൻ സാർ, ശ്രീ പ്രതാപ് കിഴക്കേമഠം, ഏറ്റവും ബഹുമാന്യനായ ശ്രീ കാര്യഘട്ടം ശ്രീകണ്ഠൻ നായർ സാർ, ശ്രീമതി ശൈലജ രവീന്ദ്രൻ, എൻ്റെ ഏറ്റവും ആത്മമിത്രം ശ്രീ മോഹൻ കുമാർ സാർ, സ്നേഹവും ബഹുമാനമുള്ള നമ്മുടെ
ജയ ശ്രീകുമാർ മാഡം, സിന്ധു സുരേഷ്, ഏറ്റവും പ്രിയങ്കരായ സഹോദരി സഹോദരന്മാർ, ഇത് വളരെയധികം അഭിമാനകരമായ ഒരു വേദിയാണെന്നാണ് ഞാൻ പറയുന്നത്. ഈ പുസ്തകത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പൊരു കാര്യം ഞാൻ പറയുന്നത്, കാര്യം മലയാളത്തിൽ ഇത്തരത്തിലുള്ള സാമൂഹിക സാംസ്കാരിക പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കപ്പെടുമ്പോൾ അവിടെ വരുന്ന എല്ലാ സാംസ്കാരിക നായകന്മാരും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സാഹിത്യത്തിന് വളരെയധികം മൂല്യച്യുതി സംഭവിച്ച ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നാണ് അവർ പലപ്പോഴും പറയുന്നത്. വേദിയിൽ വന്നിരിക്കുന്നവരെ കൂടി ആക്ഷേപിച്ചായിരിക്കും പലപ്പോഴും സംസാരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇരിക്കുമ്പോൾ ഇന്നിപ്പോൾ തിരുവനന്തപുരത്തായിരുന്നാലും കേരളത്തിലായിരുന്നാലും ഈ പറയുന്ന മൂല്യച്യുതി സംഭവിക്കുന്നു എന്ന് പറയുന്ന നമ്മുടെ സാഹിത്യ മേഖലയിൽ നിൽക്കുന്ന മഹാരഥന്മാരൊന്നും തന്നെ അതിനെ മാറ്റിമറിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ സാർ താങ്കൾ എന്ന് ചോദിച്ചാൽ മൗനമായിരിക്കും. അവരാരും ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്ന സാഹിത്യ മേഖലയിൽ ഉയർന്നു വരുന്ന പുതിയ എഴുത്തുകാരെ അല്ലെങ്കിൽ എഴുത്തിൻ്റെ മേഖലയിൽ ഏതെങ്കിലും തരത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാരെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന ബഹുമാന്യരായ 3 സീനിയർ ആയിട്ടുള്ള എഴുത്തുകാരാണ് നമ്മുടെ മുമ്പിൽ. ഒന്ന് ബാലേന്ദ്ര സാറും, അതുപോലെ തന്നെ തമ്പാൻ സാറും, കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ സാർ. ഈ 3 പേരും ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരത്ത് ആയാലും ചുറ്റുവട്ടത്തായാലുമുള്ള എഴുത്തുകാർ, ഉയർന്നു വരുന്ന എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി, അവരെ കൈപിടിച്ചുയർത്താൻ വേണ്ടി അവരെ കൊണ്ട് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്യുന്ന മഹാരഥന്മാരാണ്. ആ രീതിയിൽ നമുക്ക് കണക്കാക്കുമ്പോൾ ഇത് അഭിമാനകരമായ ഒരു വേദിയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ അത് മാത്രമാണ് എനിക്ക് ആമുഖമായി പറയാനുള്ളത്. പിന്നെ എന്നെ ഈ വേദിയിലേക്ക് ക്ഷണിക്കാനുള്ള മോഹൻകുമാർ സാറിൻ്റെ പ്രചോദനം എന്ന് പറഞ്ഞാൽ വളരെ കുട്ടിക്കാലം മുതൽ അദ്ദേഹത്തിന് എന്നെ അറിയാമെന്നുള്ളതാണ്. ഞാൻ കല്ലറ ഗവൺമെൻറ് സ്കൂളിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് കല്ലറയിൽ IOBയിൽ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ ജോലി കിട്ടി അദ്ദേഹം കല്ലറയിൽ വരുന്നത്. അപ്പോൾ അദ്ദേഹം അന്ന് താമസിച്ചിരുന്നത്. ഞങ്ങൾ തമ്മിൽ അടുത്ത് പരിചയമൊന്നുമില്ല, അറിയില്ല. പക്ഷേ എനിക്ക് പിന്നീട് നമ്മൾ കണ്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം എനിക്ക് ഓർമ്മ വന്നു. കാരണം എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു, ഒന്നും രത്നാകരൻ സാർ എന്ന് പറയുന്ന ഒരു അധ്യാപകർ. ഞങ്ങളെ കുട്ടികളെ ഏറ്റവും വളരെയധികം സ്നേഹിച്ചിരുന്ന ഒരു നല്ല അധ്യാപകനായിരുന്നു. അപ്പം അദ്ദേഹം താമസിച്ചിരുന്ന മുറിയുടെ തൊട്ടടുത്താണ് ഇദ്ദേഹം താമസിച്ചിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ സാറിനെ കാണാൻ പോകുന്ന സമയങ്ങളിലൊക്കെ തന്നെ ഇദ്ദേഹത്തിനെയും നമ്മൾ അറിയാതെയെങ്കിലും അറിയുമായിരുന്നു. അപ്പം അത്തരത്തിലുള്ളൊരു സൗഹൃദവും സ്നേഹവും, ആ സ്നേഹമാണ് എന്നെ ഇവിടെ നിൽക്കാൻ പാകത്തിലുള്ള അടുപ്പമായി ഞങ്ങളുടെ സ്നേഹത്തെ വളർത്തിയത്. എന്തായാലും കുഴിത്തുറയിലെ അദ്ദേഹത്തിൻ്റെ നമ്മുടെ സംഘടനയിൽ ഞാൻ മിക്കവാറും ഒക്കെ പോകാറുണ്ട്, അവിടെ കവിത ചൊല്ലാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ പറയുമ്പോൾ നമ്മളിപ്പോൾ തമിഴിനെക്കുറിച്ചും മലയാളത്തെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ മോഹൻകുമാർ സാറിനെയും നീലപത്മനാഭ സാറിനെയും കുറിച്ച് പറയുമ്പോൾ നമ്മളൊരു തമിഴ് സാഹിത്യത്തിൻ്റെ ഒരു തലത്തിലല്ല നമ്മൾ അവരെ വീക്ഷിക്കും. നമ്മുടെ സഹോദരങ്ങളാണ്, നമ്മൾ അവരുമായി രക്തബന്ധമുണ്ട് അല്ലേ. ശരിക്കും പറഞ്ഞ് തമിഴ്നാടിൻ്റെ ഭാഗമായി നിൽക്കുന്ന കന്യാകുമാരിയും പ്രാന്തപ്രദേശങ്ങളും ഒക്കെ പഴയ കേരളത്തിൻ്റെ ഭാഗങ്ങളാണെന്ന് പറയുമ്പോൾ ശരിക്കും ഒരു പെറ്റമ്മയെ പോറ്റമ്മയായി കാണേണ്ടി വരുന്ന ഒരു ദുര്യോഗം, ആ ദുര്യോഗം അനുഭവിക്കുന്നവരാണ് അവരെന്നുള്ള ഒരു അവസ്ഥ കൂടിയുണ്ട്. അപ്പം അത്തരത്തിൽ പരിശോധിക്കുമ്പോൾ നമ്മളുമായി ഏറെ രക്തബന്ധമുള്ളവരാണ് അവരൊക്കെ തന്നെ. ഭാഷയുടെ കാര്യത്തിൽ നമ്മൾ നഷ്ടപ്പെടുത്തിയത് തന്നെ നമ്മുടെ ഏറ്റവും വലിയ ഹൃദയഭാഗമായിരുന്നു എന്നുള്ളത് ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും ഓർക്കുകയും ദുഃഖിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. കാര്യം ഈ കേരളത്തിൻ്റെ സ്വയം പര്യാപ്തത ഒരുപക്ഷെ ഈ പ്രദേശങ്ങൾ കൂടി നമ്മുടെ കയ്യിലുണ്ടായിരുന്നുവെങ്കിൽ കേരളം ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വയം പര്യാപ്തമായ ഒരു സ്റ്റേറ്റായിട്ട് മാറുമായിരുന്നു എന്ന് പലപ്പോഴും പല പ്രഭാഷണങ്ങളിലുമൊക്കെ പല മഹാരഥന്മാരുമൊക്കെ സംസാരിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ അവസരത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്കിനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊരവസ്ഥയിലാണ്. പക്ഷേ നമ്മുടെ സാഹിത്യത്തെ, മലയാളത്തെയും തമിഴിനെയും ബന്ധിപ്പിക്കുന്ന ഒരു ചാലക ശക്തിയായിട്ടാണ് നീലപത്മനാഭൻ സാറിനെ പോലെയുള്ള, മോഹൻകുമാർ സാറിനെ പോലുള്ള ആൾക്കാർ പ്രവർത്തിക്കുന്നതെന്ന് വളരെ അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ പറ്റും. അപ്പം അദ്ദേഹത്തെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ഈ പുസ്തകത്തിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഇങ്ങനെയും ചിലർ എന്നൊരു കഥാസമാഹാരം മലയാളത്തിലും തമിഴിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ മലയാള പുസ്തകത്തിൻ്റെ അവതാരിക എഴുതാനുള്ള ഒരു ഭാഗ്യവും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹവും നിരവധി ഭാഷകൾ, മലയാളത്തിലും തമിഴിലും ഇംഗ്ലീഷിലും അതുപോലെ തന്നെ ഹിന്ദിയിലും, ഇപ്പോൾ അദ്ദേഹം എനിക്ക് തോന്നുന്നു കന്നഡ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അറിവ് കന്നഡ ഭാഷ പഠിച്ചിട്ട് കന്നഡയിൽ നിന്നുകൂടി പുസ്തകങ്ങൾ മലയാളത്തിലേക്കും തമിഴിലേക്കും തർജ്ജമ ചെയ്യണമെന്നുള്ളൊരു വാശിയോടുകൂടി ആ വാശിയിൽ അദ്ദേഹം കന്നഡ പഠിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് എൻ്റെ പുതിയ അറിവ്. അപ്പം അത്തരത്തിൽ നിരവധി കൃതികൾ അദ്ദേഹം ഏതാണ്ട് 26-ലധികം കൃതികൾ രചിച്ചിട്ടുണ്ട്. ആ 26 കൃതികളും തന്നെ ഈടിട്ടുള്ളതാണ്. അത് മലയാളത്തിലും അതുപോലെ തന്നെ അത് നോവൽ സാഹിത്യത്തിലുണ്ട്, ചെറുത കഥയിലുണ്ട്, കവിതയിലുണ്ട്, അതിലെ തലങ്ങളുണ്ട് എന്നും കൂടി വ്യക്തമാക്കാൻ കഴിയുന്ന രീതിയിലുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്വതന്ത്ര ആവിഷ്കാരം കൂടിയാണ് ഈ കൃതി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ വളരെ മനോഹരമായി തന്നെ ആ പുസ്തകത്തെ വിവർത്തനം ചെയ്യാൻ നമ്മുടെ മോഹൻകുമാർ സാറിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ തമ്പാൻ സാർ ചൂണ്ടിക്കാണിച്ച ആ ഒരു പ്രശ്നം എനിക്കും തോന്നിയിരുന്നു. എനിക്ക് അദ്ദേഹം അതിൻ്റെ PDF കോപ്പി അയച്ചു തന്നു. ഞാൻ പുസ്തകം
മുഴുവൻ വായിക്കേണ്ടായി. അപ്പം അതിൽ ഈ പറയുന്ന ഇവൻ, അവൻ എന്നൊക്കെയുള്ള ചില നമുക്ക് പരിചിതമല്ലാത്ത ചില ഭാഷാ പ്രയോഗങ്ങൾ അതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പം അത് ഒഴിവാക്കിയിരുന്നാൽ കുറച്ചുകൂടി ഒരു റീഡബിലിറ്റി നമുക്ക് തോന്നുമായിരുന്നു. ഇപ്പം എന്തായാലും വളരെ നല്ല പാരായണക്ഷമതയുള്ള ഒരു കൃതിയാണത്. അപ്പം നിങ്ങൾ ഓരോരുത്തരും ആ പുസ്തകം വായിക്കണം. നിങ്ങൾക്ക് ഒരല്പം പോലും നിരാശയുണ്ടാകാത്ത രീതിയിൽ നിങ്ങൾക്ക് വായിച്ച് അവസാനിപ്പിക്കാൻ കഴിയുന്ന, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞത്, പുതിയ എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം എഴുത്തിന്റെ പുതിയ പുതിയ തലങ്ങളിലേക്ക് കടക്കുവാനും ഇത്തരം വായനകൾ നമുക്ക് പ്രയോജനം ചെയ്യും. അപ്പൊ എഴുത്തെന്ന് പറയുന്ന ചില സാമ്പ്രദായിക രീതികളിൽപ്പെട്ട് കുടുങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയുണ്ട്. നമ്മളിപ്പോ സങ്കീർത്തനം പോലെ വായിക്കുമ്പോഴാണ് നോവലിന്റെ പുതിയൊരു തലം നമുക്ക് പെരുമ്പടവും തുറന്നു തന്നത്. അതുവരെ ഉണ്ടായിരുന്ന നോവൽ സങ്കല്പത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു ആവിഷ്കാര ശൈലിയായിരുന്നു അതിലൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ഈ നോവൽ നമ്മൾ വായിക്കുമ്പോഴും നമ്മൾ ഈ പരമ്പരാഗതമായിട്ടുള്ള ചട്ടക്കൂടിന് അപ്പുറത്തേക്ക് നോവലിന്റെ സാധ്യതയെ വ്യാപരിപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ആവിഷ്കാരം. അത്തരം ആവിഷ്കാരങ്ങളാണ് പുതിയ സാഹിത്യത്തിന് വേണ്ടത്. കാര്യം നമ്മൾ എല്ലായ്പ്പോഴും കവിതയിലായിരുന്നാലും കഥയിലായിരുന്നാലും നോവലിലായിരുന്നാലും ചില ഈ പറയുന്ന വട്ടത്തിനകത്ത് കിടന്ന് മാത്രം കറങ്ങുന്ന ഒരു സമ്പ്രദായമുണ്ട്. ആ വട്ടത്തിന് വെളിയിലേക്ക് പോകുമ്പോൾ മാത്രമാണ് എഴുത്തിന് പുതിയ ഭാവുകത്വങ്ങൾ ഉണ്ടാകുന്നത്. ആ ഭാവുകത്വമാണ് പുതിയ തലമുറയെ സൃഷ്ടിക്കുന്നത്, പുതിയ എഴുത്തുകാരെ സൃഷ്ടിക്കുന്നത്, അംഗീകരിക്കുന്നവരായി ആ എഴുത്തുകാരെ മാറ്റുന്നത്. അല്ലാതെ നമ്മളിപ്പോൾ പറയുന്ന MT വാസുദേവൻ നായർ എഴുതിയതുപോലെ എഴുതാനാണെങ്കിൽ പിന്നെ നമ്മുടെ ആവശ്യമില്ല. കാര്യം അതിന്റെ ഏറ്റവും വലിയ മനോഹാരിത അദ്ദേഹം എഴുതി കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ MD പോലെ എഴുതാൻ പിന്നെ ഒരാളിന്റെ ആവശ്യമില്ല. MD പോലൊരു MDയുടെ നോവൽ പോലെ ഒരു നോവൽ വായിക്കണമെങ്കിൽ നമ്മൾ MDയുടെ കൃതി മാത്രം വായിച്ചാൽ മതി. കാര്യം അതിനപ്പുറത്തേക്ക് ഒരു ഭാവതലം സൃഷ്ടിക്കാൻ പിന്നെ ആർക്കും കഴിയില്ല. അപ്പൊ അതുപോലെ തന്നെ സീതാരാമകൃഷ്ണൻ പോലെയാണെങ്കിലും നമുക്ക് അദ്ദേഹത്തിന്റെ നോവൽ മാത്രം വായിച്ചാൽ മതി. അപ്പൊ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള നമുക്ക് അനുഭവതലവും അതുപോലെ തന്നെ ആവിഷ്കാര തലവും സൃഷ്ടിക്കപ്പെടുമ്പോഴാണ് നോവലും അതുപോലെ തന്നെ ഏത് കൃതിയായിരുന്നാലും അംഗീകരിക്കപ്പെടുന്നുള്ള വാസ്തവം അത് മനസ്സിലാക്കാൻ പുതിയ എഴുത്തുകാർ തയ്യാറാവണം. അത്തരത്തിൽ ഉള്ള എഴുത്തുകൾക്കാണ് പുതിയ കാലം കാത്തിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത്തരത്തിലുള്ള എഴുത്തുകൾ സൃഷ്ടിക്കപ്പെടുന്നവർ അംഗീകരിക്കപ്പെടുന്നുണ്ട്. ആ അംഗീകരിക്കപ്പെടുന്ന എഴുത്തുകാരെ പോലും പലപ്പോഴും എന്താ ചെയ്യുന്ന സാമ്പ്രദായിക രീതിയിലുള്ള എഴുത്തുകാർ മാറ്റി നിർത്തുകയും അവരെ ആക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഞാൻ വളരെ ഉത്തരവാദിത്തോടു കൂടിയും ശക്തമായും പറയുന്ന ഒരു കാര്യം, ഈ എത്രത്തോളം ആക്ഷേപിക്കപ്പെട്ടാലും അവഗണിക്കപ്പെട്ടാലും കാലം ഒരിക്കൽ അവരെ തിരിച്ചറിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പൊ അതുകൊണ്ട് പുതിയ ഭാവുകത്വങ്ങൾ തേടിയുള്ള നമ്മുടെ യാത്രയ്ക്ക് ഊർജം പകരുന്ന ഒരു എഴുത്താണ് പത്മനാഭൻ സാറിന്റെ ഈ കൃതി മോഹൻ കുമാർ സാറിലൂടെ നമുക്ക് കിട്ടുന്നത്. അപ്പൊ അദ്ദേഹത്തിന് രണ്ടുപേർക്കും എൻ്റെ ഹൃദയംഗമമായിട്ടുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. അതുപോലെ ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ച ശ്രീ മോഹൻ കുമാർ സാറിന് എൻ്റെ നന്ദി അറിയിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും ഈ പുസ്തകം വായിക്കുകയും ചെയ്യണമെന്നും ഈ പുസ്തകം ഏറെ ചർച്ച ചെയ്യപ്പെടട്ടെ, ഏറെ അംഗീകരിക്കപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസ്മരിക്കുന്നു. നന്ദി, നമസ്കാരം. മറുവാക്കിനായി ശ്രീ മോഹൻകുമാർ സാറിനെ ക്ഷണിക്കും. നീലപത്മനാഭൻ സാറിൻ്റെ മകനും മകളുടെ മകനും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. വളരെ നന്ദിയുണ്ട് ഈ വന്നതിന്. സാർ, മകളുടെ മകൻ വന്നിട്ടുണ്ട്. പിന്നെ ആര്? സാറിൻ്റെ അനിയനാണത്. ഇത് സാറിൻ്റെ അനിയൻ വന്നിട്ടുണ്ട്. അന്ന് ഞാൻ അവിടെ വന്നപ്പോൾ സാർ അവിടെ ഉണ്ടായിരുന്നു തോന്നുന്നു. ഞാൻ നീലപത്മനാഭൻ സാറിനെ കാണാൻ വന്നപ്പോഴേ. ബഹുമാന്യനായ ബാലേന്ദ്രൻ സാറിനെ ഞാൻ ഒരു 5 വർഷത്തിന് മുമ്പ് എനിക്കിവിടെ ഒരു അവാർഡ് ഉണ്ടായിരുന്നു. ഞാനന്ന് വരുമ്പോൾ ഡോക്ടർ വിജയരാഘവൻ ചെന്നൈയിൽ നിന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു വെച്ചു, എൻ്റെ പേര് നീ ഇപ്പോൾ പറഞ്ഞുതരേ, സാറിൻ്റെ അടുത്ത് എന്നെ റെക്കഗ്നൈസ് ചെയ്യും എന്ന് പറഞ്ഞുതരാണ്. അങ്ങനെ എനിക്ക് അന്ന് സാറിന് ഞാൻ അന്ന് പറഞ്ഞു. സാറ് വളരെ നല്ല രീതിയിൽ അന്ന് ട്രീറ്റ് ചെയ്യുകയും ചെയ്തു. അതുപോലെ എൻ്റെ ഏറ്റവും അടുത്ത എനിക്ക് വളരെ എൻ്റെ എഴുത്തു വഴിയിൽ ഏറ്റവും ഉപകാരം ചെയ്യുന്ന ഒരാളാണ് തമ്പാൻ സാർ. ഇപ്പോഴും പോലും എൻ്റെ ഒരു നോവലിനെ അവതാരി എഴുതിയ സാറാണ്. ഇപ്പോൾ എഴുതി തന്നതേ ഉള്ളൂ. ഒരു മാസം പോലും ആയില്ല, ഒരു നോവലിന് അവതാരി എഴുതി തന്നിട്ടുണ്ട് സാറ്. പിന്നെ ഈ വേദിയിലിരിക്കുന്ന എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ്, വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അതുപോലെ തന്നെ ഇവിടെ ഈ ഫ്രണ്ട് റോയിൽ 2-3 റോയിലിരിക്കുന്ന എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ്, എനിക്ക് വളരെ വേണ്ടപ്പെട്ടവരാണ്. പിന്നെ പ്രത്യേകിച്ച് ഞാനൊരു സംഘടന നടത്തുന്നുണ്ട് അവിടെ, ഒരു സാഹിത്യ സംഘടന കന്യാകുമാരി ജില്ലയിൽ നടത്തുന്നുണ്ട്. രജിസ്റ്റേർഡ് സംഘടനയാണ്. അതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ് ഇതായിരിക്കുന്നത് സുരേഷ് കിള്ളിയൂർ. വേറെ എല്ലാവർക്കും ഇവിടെ എല്ലാവരും സ്ഥലത്തുള്ളവരല്ല, അതുകൊണ്ട് അവർക്ക് വരാൻ പറ്റിയില്ല. പലരും പല സ്ഥലത്ത് ജോലിയുള്ളവരാണ്. പിന്നെ ഈ
ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ കുറേ പുസ്തകങ്ങൾ എഴുതി, മലയാളത്തിൽ കുറേ പുസ്തകങ്ങൾ എഴുതി, ചെറുകഥകൾ, കവിതകൾ, പിന്നെ നോവലൊന്ന്, പിന്നെ ഉപന്യാസങ്ങൾ എഴുതി. ഒന്ന് കേരള സാംസ്കാരിക ചരിത്രം ഒരു പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട്, കേരള സാംസ്കാരിക ചരിത്രം. പിന്നെ അടുത്ത കാലത്ത് കന്യാകുമാരി ജില്ലയിലെ ചില പ്രമുഖ വ്യക്തികൾ എന്ന് പറഞ്ഞ് 72 ആളുകളുടെ ബയോഡേറ്റ ഞാൻ കളക്ട് ചെയ്ത് അതിൽ ശൈലജ പോലും അതിനകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് തുടർച്ചയായിട്ട് ചെയ്യാൻ വേണ്ടി ഇപ്പോഴും ഒരു 10-15 പേരുടെ ബയോഡേറ്റ ഞാൻ എടുത്തു കഴിഞ്ഞു. ഇനി അടുത്ത ഒരു സെക്കൻഡ് വാളിയും കൂടെ എനിക്ക് ഇറക്കണമെന്നുണ്ട്. അപ്പോൾ ട്രാൻസ്ലേഷന് ഞാൻ ശൈലജയുടെ 3 പേരെ എഴുതിയിട്ടുണ്ട്. ശൈലജയുടെ അമ്മാവൻ, അച്ഛൻ, ചന്ദ്രശേഖര മാമന്, പിന്നെ മാധവൻ നായർ മാമന്, പിന്നെ ശൈലജ, 3 പേരെ ഞാൻ എഴുതിയിട്ടുണ്ട് അതിനകത്ത്. അതെ അതെ അതെ, ആ പുസ്തകത്തിൽ 3 പേര് എഴുതിയിട്ടുണ്ട്. പിന്നെ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ കന്യാകുമാരി ജില്ലയിലാണ് ജനിച്ചതും വളർന്നതും. അറിയാം അറിയാം അറിയാം. സുജാത, അതെ അതെ. പിന്നെ നമ്മൾ കന്യാകുമാരി ജില്ലയിൽ ജനിച്ച് വളർന്നവർക്ക് തമിഴും മലയാളവും ഏകദേശം എല്ലാവർക്കും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ പറ്റും. സുരേഷും തമിഴിലും മലയാളത്തിലും ഒക്കെ ഒരുപാട് എഴുതുന്ന ആളാണ്. നമ്മൾ അവിടെ ബാൺ ആൻഡ് ബോട്ടപ്പ് ആയതുകൊണ്ട് നമുക്ക് അവിടെ തമിഴ് കൾച്ചറുമുണ്ട്, മലയാളം ഭാഷയുമുണ്ട്. പിന്നെ ഞാനാണെങ്കിൽ തമിഴിൽ ഞാൻ എൻ്റെ കോളേജ് വിദ്യാഭ്യാസ സമയത്ത് അവിടെ മധുര തമിഴ് സംഘത്തിൻ്റെ എൻട്രൻസ്, ഇളം പുലോവർ ഈ പരീക്ഷകളൊക്കെ പാസ്സായി. പിന്നെ പുലോവർ ടെസ്റ്റ് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് ജോലി കിട്ടിയതും ഞാൻ ബിജുവിൻ്റെ നാട്ടിലോട്ട് പോയതും. അതുകൊണ്ട് എനിക്ക് ആ എക്സാം എഴുതാൻ പറ്റിയില്ല. അങ്ങനെ തമിഴിൽ അത്രയും ക്വാളിഫിക്കേഷൻ ഉണ്ട് എനിക്ക്. പിന്നെ മലയാളം MA ഉണ്ട്. അതുകൊണ്ട് എനിക്ക് മലയാളത്തിലും തമിഴിലും എനിക്ക് എഴുതാൻ പറ്റും. കൊച്ചുനാൾ മുതൽ എനിക്ക് വാസനകളുണ്ട് എഴുതാൻ. പിന്നെ എൻ്റെ ജോലിയുടെ ഭാഗത്തിൽ എനിക്ക് എഴുതും ഞാൻ എഴുതി അവിടെയായിട്ട് കൂട്ടി വെച്ചിരുന്നു. അതൊക്കെ റിട്ടയർഡായ ശേഷമാണ് ഞാൻ ബുക്കുകളാക്കി പ്രസിദ്ധീകരിച്ചത്. ഏകദേശം 25-26 ബുക്ക് ഇതുവരെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിലാണ് ഞാൻ ഒരിക്കൽ ട്രിവാൻഡ്രം തമിഴ് സംഘത്തിൽ വന്നത്. ഇവിടെ തമിഴ് സംഘത്തിൻ്റെ കുറച്ച് ആളുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. തമിഴ് സംഘത്തിൽ വന്നപ്പോൾ ഞാൻ മണിയൻ സാറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, എനിക്ക് നീലപത്മനാഭൻ സാറിനെ ഒന്ന് കാണണം. മണിയൻ സാറുണ്ട്. പറഞ്ഞ് ഞാനൊരു പറഞ്ഞ പോലെ ഒരു നേരിയതുമൊക്കെ വാങ്ങിച്ചിട്ട് സാറിനെ കാണാൻ പോയി. ഞാനും എൻ്റെ ഒരു ശേഷാർ സജിത്ത് എന്ന് പറഞ്ഞ അവനും മാറ്റിപ്പോയി. അപ്പോഴേ സാറ് തന്നെ പറഞ്ഞു ഇങ്ങനെ ട്രാൻസ്ലേഷൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ ഒരു ബുക്ക് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. വട്ടത്തിന് വെളി എന്നൊരു ബുക്കുണ്ട്, അത് എൻ്റെ കയ്യിലില്ല, ലൈബ്രറിയിൽ പോയി എടുത്ത് ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ അത് കൊണ്ടുവന്ന് ചെയ്തു. പക്ഷേ നമ്മൾ ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോൾ തമിഴിൽ നിന്ന് മലയാളത്തിലേക്ക് ചെയ്യുമ്പോൾ കുറച്ച് എളുപ്പമാണ്. സാറിൻ്റെ പുസ്തകം ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. എന്ന് വെച്ചാൽ സാറിൻ്റെ പുസ്തകത്തിൽ കൂടുതലും മലയാളമാണ്, തമിഴ് ലിപിയിലാണ് അത് എഴുതിയിട്ടുള്ളത്. പലതും ഇപ്പോൾ നമ്മൾ പള്ളികൊണ്ടപുരം തന്നെ വായിച്ചാൽ തന്നെ അത് അത്രയും മലയാളമാണ്. മലയാളം അത്രയും തമിഴ് ലിപിയിൽ എഴുതി. അത് ട്രാൻസ്ലേഷൻ ചെയ്യുന്നവർക്ക് മലയാളത്തിലേക്ക് ചെയ്യുന്നവർക്ക് വളരെ എളുപ്പമാണത്. മലയാളമാണ് അതിൻ്റെ അകത്തുള്ള കോൺവെർസേഷനൊക്കെ മലയാളമാണ്. അതുപോലെ തന്നെ തലമുറകൾ പുസ്തകം ശരിക്കും ഇരണിയലിൽ, ഞാൻ ജാതി പറയണില്ല, ഇരണിയലിലൊരു സമുദായത്തിൻ്റെ അവിടെ 2 ഭാഗമുണ്ട്, മേലത്തെരുവ്, കീഴത്തെരുവ്. സാർ ആ കീഴത്തെരുവിനെ കണക്ട് ചെയ്താണ് എഴുതിയിട്ടുള്ള. കീഴത്തെരുവിലെ മുടുക്ക് എല്ലാം എനിക്കറിയാം. എന്ന് വെച്ചാൽ ഞാൻ അവിടെ ഇരണിയൽ ഭാഗത്ത് ഞാൻ ബാങ്കിലായിരുന്നു, ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ. അവിടെ ആ ബ്രാഞ്ചിൽ ഞാൻ 2 ടേൺ അവിടെ ജോലി ചെയ്തിരുന്നു. ആദ്യം ഒരിക്കൽ വർക്ക് ചെയ്തു, പിന്നെ ഞാൻ സീനിയർ മാനേജറായിട്ട് അവിടെ വീണ്ടും ആ ബ്രാഞ്ചിൽ വർക്ക് ചെയ്തു. അതുകൊണ്ട് അവിടെയുള്ള എല്ലാ സ്ഥലവും എനിക്കറിയാം. ഈ പുസ്തകം വായിച്ചപ്പോഴും തന്നെ തലമുറകൾ വായിക്കുമ്പോൾ അതിലുള്ള ഓരോ സ്ഥലവും അതിലുള്ള അമ്പലവും അതിലുള്ള മുടുക്കുകളും വഴികളും എല്ലാം ഇടവഴികളും എല്ലാം എനിക്ക് നല്ല പരിചയമാണത്. പിന്നെ അതുപോലെ തന്നെ ഇലയുതിർക്കാലം എല്ലാം നല്ല ബുക്കുകളാണ്. ഇത് എനിക്ക് സാറ് തന്നു. സാറിൻ്റെ ജീവിതത്തിൻ്റെ ഇവിടെ മൂവാറ്റുപുഴ മാവേലിക്കരയിൽ സാറ് ജോലിയായിരുന്നപ്പോൾ അനുഭവിച്ച പ്രയാസങ്ങളൊക്കെയാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. അത് ഞാൻ വളരെ നല്ലതായിട്ട് ചെയ്തു. പക്ഷെ സാറ് അവിടെ ഞാനെന്ന് പറയുന്ന സ്ഥലത്തൊക്കെ ഇവൻ എന്ന് എഴുതിയിരുന്നു. അപ്പോൾ ഞാൻ എന്ന് മാറ്റി എഴുതാതെ ഞാൻ ചിലർക്കൊക്കെ അവനെന്ന് എഴുതിയിരുന്നു. അവൻ പറഞ്ഞു. അതാണ് തമ്മാൻ സാറ് ചൂണ്ടിക്കാണിച്ച ഒരു വ്യത്യാസം. സാറിൻ്റെ ശൈലിയിൽ നിന്ന് മാറ്റണ്ട എന്നുള്ള രീതിയിൽ അതിൻ്റെ സത്ത ഒന്നും കുറഞ്ഞു പോകാത്ത രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്ന് എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ രീതിയിൽ ചെയ്തു. ഈ പുസ്തകം പിന്നെ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് കയ്യിൽ വച്ചിരുന്നു. ഞാൻ കുറേ നാൾ വായിച്ചിരുന്നു. അത് പ്രിൻ്റ് ചെയ്യണോ വേണ്ടിയോ എന്നൊരു ഇതുണ്ടായിരുന്നു. അപ്പോഴത്തേക്കാണ് തമ്പൻ സാറാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, അതിവിടെ സദ്ഭാവനയിൽ കൊടുത്ത് നമുക്ക് ചെയ്യാൻ നീ കൊണ്ടുപോകാന്ന് പറഞ്ഞു.
ഞാൻ അങ്ങനെ കൊണ്ടുവന്ന് കൊടുത്തതാണ്. ഈ പുസ്തകം ഇവിടെ എൻ്റെ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്തതിന് എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ഈ പുസ്തകം പ്രകാശനത്തിന് വേണ്ടി വന്ന എൻ്റെ സുഹൃത്തുക്കൾ, പിന്നെ എനിക്ക് ആ പറയാതിരിക്കുന്നവരൊന്നും എനിക്ക് അറിഞ്ഞൂടാ ആരെന്ന്. അത് ഇവിടുത്തെ എംപ്ലോയീസ് ആണെന്ന് അല്ലേ, ഇവിടുത്തെ പ്രവർത്തകരാണെന്ന് സാർ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഞാൻ നന്ദി പറയുന്നു, നന്ദി സ്നേഹവും പറയുന്നു. സാറൊക്കെ എറണാകുളത്ത് നിന്ന് വന്നിരിക്കുകയാണ്, മോഹൻദാസ് സാറ്. ശരി, നന്ദി. ചടങ്ങിൽ നന്ദി വരുവാണെന്ന് നോക്കാം. നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി സദ്ഭാവന ട്രസ്റ്റ് പബ്ലിക്കേഷൻ ഓഫീസർ ശ്രീമതി സിന്ധു സുരേഷ്. വേദിയിലെ സദസ്സിലെ എല്ലാ ബഹുമാനിയർക്കും നമസ്കാരം. സദ്ഭാവന ട്രസ്റ്റ് പ്രസിദ്ധീകരിച്ച വൃത്തത്തിന് പുറത്ത് എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മമാണ് ഇന്നിവിടെ നടന്നത്. പുസ്തകത്തിനെക്കുറിച്ചും പുസ്തക ഗ്രന്ഥം അതിൻ്റെ തമിഴ് പതിപ്പിൻ്റെയും മലയാളത്തിൻ്റെയും ഒക്കെ വിശദമായ കാര്യങ്ങൾ ഇവിടെ എല്ലാവരും തന്നെ വളരെ വിശദമായി പറയുകയുണ്ടായി. ഞാൻ എൻ്റെ കർത്തവ്യത്തിലോട്ട് കടക്കുവാണ്. സദ്ഭാവന ട്രസ്റ്റ് 500 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. സാറ് 1000 പുസ്തകം ഒരു വർഷം കൊണ്ട് ചെയ്യണം എന്നുള്ള ഒരു ഇതാണ് ടാർഗറ്റാണ് പറഞ്ഞത്. ഇപ്പോൾ സാറ് ഇവിടെ കുറച്ച് മുമ്പേ പറഞ്ഞു ഇനി 2 മാസമേ ഉള്ളൂ എന്ന്. 2 മാസം ഉണ്ട് സാർ എന്നാണ് പറയാൻ എനിക്ക് അതിലോട് പറയാനുള്ളത്. 2 മാസം ഉണ്ട്. ആ 2 മാസം കൊണ്ട് എത്താൻ പറ്റുന്നിടത്തോളം ദൂരത്ത് അല്ലെങ്കിൽ ആ എണ്ണത്തിലോട്ട് എത്തും എന്ന് ഉള്ള ഒരു വിശ്വാസത്തിലാണ് സദ്ഭാവന ട്രസ്റ്റ് മുന്നോട്ട് പോകുന്നത്. ഈ പ്രകാശന കർമ്മത്തിൻ്റെ അധ്യക്ഷനായി BSSൻ്റെയും സദ്ഭാവന ട്രസ്റ്റിൻ്റെയും ചെയർമാൻ ശ്രീ BS ബാലേന്ദ്രൻ സാറാണ്. സാറിന് സദ്ഭാവന ട്രസ്റ്റിൻ്റെ പേരുള്ള ആദ്യവുമായി നന്ദി അറിയിക്കുന്നു. പുസ്തകം പ്രകാശനം ചെയ്ത ശ്രീ പ്രതാപ് കിഴക്കേ മഠം സാറിനും സദ്ഭാവന ട്രസ്റ്റിൻ്റെ പേരുള്ള നന്ദി അറിയിക്കുന്നു. പുസ്തകം സ്വീകരിച്ചത് ശ്രീ കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ സാറാണ്. സദ്ഭാവന ട്രസ്റ്റിൻ്റെ കുടുംബത്തിലെ ഒരു അംഗം തന്നെയാണ് സാറിനും സദ്ഭാവന ട്രസ്റ്റിൻ്റെ പേരുള്ള ആദ്യവുമായി നന്ദി അറിയിക്കുന്നു. പുസ്തകത്തിൻ്റെ മുഖ്യ പ്രഭാഷണം നടത്തിയത് വൈജ്ഞാനിക സാഹിത്യ പ്രതിഭയും സദ്ഭാവന ട്രസ്റ്റിൻ്റെ ചീഫ് എഡിറ്ററും സദ്ഭാവന ട്രസ്റ്റിൻ്റെ നെടുംതൂണ് അതെന്നെ പറയാം ഡോക്ടർ എം.ആർ. തമ്പാൻ സാറിനും സദ്ഭാവന ട്രസ്റ്റിൻ്റെ പേരുള്ള ആദ്യവുമായി നന്ദി അറിയിക്കുന്നു. ഇനി സ്വാഗതം പറഞ്ഞത് സദ്ഭാവന ട്രസ്റ്റിൻ്റെ സെക്രട്ടറി ശ്രീമതി ജയ ശ്രീകുമാർ മാഡമാണ്. മാഡത്തിനും സദ്ഭാവന ട്രസ്റ്റിൻ്റെ പേരുള്ള നന്ദി അറിയിക്കുന്നു. ആശംസ അറിയിച്ചത് ശ്രീമതി ശൈലജ രവീന്ദ്രൻ മാഡം. ചേച്ചി എന്ന് പറയാം, അത്രയും സൗഹൃദമുണ്ട് സദ്ഭാവന ട്രസ്റ്റിനോട്. ഏകദേശം 5ഓളം പുസ്തകങ്ങൾ സദ്ഭാവന ട്രസ്റ്റിന് ഇതിനോടകം ചെയ്ത് കഴിഞ്ഞു. ഇപ്പം അടുത്ത 2 പുസ്തകം ചെയ്യാൻ പോവുകയാണ്. അതാണ് നേരത്തെ പറഞ്ഞു. അപ്പം അത്രയും ട്രസ്റ്റിനകത്ത് ഉള്ള ഒരു കുടുംബത്തിനകത്ത് നിൽക്കുന്ന ഒരാളാണ് ശൈലജ ചേച്ചി. ചേച്ചിക്കും സദ്ഭാവന ട്രസ്റ്റിൻ്റെ പേരുള്ള ആദ്യമായി നന്ദി അറിയിക്കുന്നു. ശ്രീ പുലിപ്പാറ ബിജു സാറും അതുപോലെ തന്നെയാണ്, കുടുംബത്തിനകത്തുള്ള ഒരാൾ തന്നെയാണ്. സാറിനും സദ്ഭാവന ട്രസ്റ്റിൻ്റെ പേരുള്ള നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ഗ്രന്ഥകാരൻ ശ്രീ മോഹൻകുമാർ സാറിനെ തമ്പാൻ സാർ വഴിയാണ് പരിചയപ്പെട്ടത്. അത് കഴിഞ്ഞിട്ട് ഈ പുസ്തകം ഇറങ്ങുന്നത് വരെയും വളരെയധികം സഹകരണവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു നല്ലൊരു വ്യക്തിത്വത്തിനുടമയാണ് സാറ്. ഇങ്ങനൊരു പുസ്തകം സദ്ഭാവന ട്രസ്റ്റിനെ പ്രസിദ്ധീകരിക്കാൻ തന്നതിലുള്ള ആദ്യമായി നന്ദി അറിയിക്കുന്നു. ഇവിടെ പ്രഗത്ഭരായ പല വ്യക്തിത്വങ്ങളും ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാവരെയും പേരെടുത്ത് പറയാനില്ല, എല്ലാവരെയും ഓരോരുത്തരെയും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. മറ്റു പ്രവർത്തകർക്ക്, സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും സദ്ഭാവന ട്രസ്റ്റിൻ്റെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ദേശീയഗാനം. जनगण मन अधिनायक जय हे भारत भाग्य विधाता। पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा। विंध्य हिमाचल यमुना गंगा
चञ्चल जलधि तरङ्गा तव शुभ नामे जागे तव शुभ आशीष मांगे गाहे तव जय गाथा जन गण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे